വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പരീക്ഷകളിൽ പി എസ് സി ആവർത്തിച്ച ജിയോഗ്രഫി ചോദ്യങ്ങളാണ് കേട്ടോ. നമുക്കറിയാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ജിയോഗ്രഫി ക്വസ്റ്റ്യൻസ് കുറച്ചധികം ഉണ്ടാവാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ എക്കണോമിക്സും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പരീക്ഷകളിൽ പി എസ് സി ആവർത്തിച്ചതാണ്. ഇനി നമുക്ക് ഈ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ആൻസർ ചെയ്യുന്നുണ്ട്. എസ് സി ആർ ടി പാഠഭാഗങ്ങൾ, ഇമ്പോർട്ടൻറ്റ് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ചെയ്യുന്നുണ്ട്. ന്യൂ എസ് സി ആർ ടി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി? ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ് അല്ലേ. ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം കേട്ടോ. രാജകുമാരിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത്? ഏതാണ്? കൊടൈക്കനാൽ. കൊടൈക്കനാലാണ് രാജകുമാരി എന്ന് ചോദിക്കുന്നത്. ആരാണ്? ഹിൽ സ്റ്റേഷനിലെ രാജകുമാരി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടൈക്കനാലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? അതായത് നമുക്കറിയാം അറബിക്കടലിൽ പതിക്കുന്ന നദികളുണ്ട്, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളുണ്ട് അല്ലേ. അപ്പോൾ ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് ഉൾപ്പെടാത്തത്? ഏതാണ്? മഹാനദിയാണ് അല്ലേ. മഹാനദിയാണ്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? മഹാനദിയാണ്. ബാക്കി കൃഷ്ണയും കാവേരിയും അതുപോലെ തന്നെ നർമ്മദയും ഒക്കെ എന്താണ്? ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദീക്കരയിലാണ്? ലേ എന്ന് പറയുന്നത് ഏത് നദീക്കരയിലാണ്? ഏത് നദീക്കരയിലാണ്? ലേ എന്ന് പറയുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് അല്ലേ. അപ്പോൾ ഏത് നദീക്കരയിലായിരിക്കും ഇതുണ്ടായിരിക്കുക? സിന്ധു അല്ലേ. സിന്ധു നദിയിലായിരിക്കും ലേ എന്ന് പറയുന്ന എയർപോർട്ട് ഉള്ളത്. സിന്ധു നദീക്കരയിലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? മൺസൂൺ അല്ലേ. മൺസൂൺ നമുക്കറിയാം അല്ലേ. മഴക്കാലം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. തെക്ക് പടിഞ്ഞാറ് മൺസൂണും വടക്കിഴക്ക് മൺസൂണൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്താണ്? എസ് സി ആർ ടിയിൽ കറക്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണ്? അറബിയിൽ നിന്ന് അല്ലേ. അറബിയിൽ നിന്ന് എടുത്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽബൈശാഖി എന്നത്, കാൽബൈശാഖി എന്ന് പറയുന്നത് എന്താണ്? കാറ്റാണോ, നൃത്താണോ, മേഘാണോ, ഉത്സവമാണോ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലേ. എന്താണ്? കാറ്റാണ്. കാൽബൈശാഖി, ചിനൂക്കൊക്കെ എന്താണ്? കാറ്റാണ്. നെക്സ്റ്റ്, അസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? അസാമിലെ കാസിരംഗ എന്ന് പറയുന്ന ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം അല്ലേ. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന് പ്രസിദ്ധമാണ് അസാമിലെ കാസിരംഗ ദേശീയോദ്യാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ ഉദ്യാനം ഏതാണ്? ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ ഉദ്യാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഏറ്റവും ഉയരത്തിലുണ്ടായിരിക്കുക? ഏതായിരിക്കും? കാഞ്ചൻജംഗ അല്ലേ. കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പോൾ ഹിമാലയം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്കറിയാം. 9ാം ക്ലാസ് സി ആർ ടിയിൽ ഹിമാലയത്തിൻ്റെ വഴിത്തട്ടോ അങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ക്ലാസ് ആണ്. അതിന് മുമ്പുള്ള ക്ലാസ്സുകളിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ ചാപ്റ്റേഴ്സിൽ നമ്മൾ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. 9ാം ക്ലാസ് ഏറ്റവും വലിയ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാതുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ എന്താണ് ചോദ്യം? ഹിമാലയ പർവ്വതത്തെ നമുക്കറിയാം അല്ലേ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറയുന്ന 3 എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇതിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇതിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് എവിടെയാണ് കാണപ്പെടുന്നത്? ഏതാണ് കാണപ്പെടുന്നത്? ഏതാണ്? സിവാലിക്. സിവാലിക്കാണ് ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നത്. വടക്ക് ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഏതാണ്? വടക്ക് ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഹിമാദ്രിയാണ്. രണ്ടിനും ഇടയ്ക്കായിട്ട് കാണപ്പെടുന്നതാണ് ഹിമാചൽ. അപ്പോൾ സിവാലിക്കാണ് ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഹിമാലയ പർവ്വതത്തിൻ്റെ ഭാഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായിട്ട് തിരമാലകളിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് എവിടെയാണ്? വിഴിഞ്ഞത്താണല്ലേ. എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് വിഴിഞ്ഞം. നെക്സ്റ്റ്, ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. രാജസ്ഥാനാണ് ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന സംസ്ഥാനം. രാജസ്ഥാൻ.
ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? ഇന്ത്യയുടെ കേന്ദ്രഭാഗം ഏതാണ്? ഏതാണ് ഇന്ത്യയുടെ കേന്ദ്രഭാഗം? നാഗ്പൂർ ആണോ? നാഗ്പൂർ ആണ് ഇന്ത്യയുടെ കേന്ദ്രഭാഗം. നെക്സ്റ്റ്, പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കാവേരിയാണ്. കാവേരിയാണ്. ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കാവേരിയാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ് നോക്കാം. നമുക്ക് നമ്മുടെ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. എക്കൽ നിക്ഷേപവുമായി ബന്ധപ്പെട്ടാണ്. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ കാതർ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ശരിയാണല്ലേ. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ കാതർ എന്നാണ് അറിയപ്പെടുന്നത്. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. അതും ശരിയാണല്ലേ. കറുത്ത മണ്ണിനെ റിഗർ, ചർഗോസം എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതും ശരിയാണ്. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കാനുള്ള കഴിവ് കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം കൂടുതലാണ് അല്ലേ. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കാനുള്ള കഴിവ് കൂടുതലാണ്. എക്കൽ മണ്ണിന് ഫലഭൂയിഷ്ടി കുറവാണെന്ന് പറയുന്നുണ്ട്. എക്കൽ മണ്ണിന് ഫലഭൂയിഷ്ടി എന്താണ്? കൂടുതലാണ്. എക്കൽ മണ്ണിന് ഫലഭൂയിഷ്ടി കൂടുതലാണ്. അതുപോലെ തന്നെ കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കാനുള്ള കഴിവ് കൂടുതലാണ്. കറുത്ത മണ്ണിൽ എന്താണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്? ഏതാണ്? പരുത്തി അല്ലേ. പരുത്തി എപ്പോഴും ചോദിക്കാറുണ്ട്. പരുത്തി ഏത് കൃഷിക്ക് അനുയോജ്യമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പരുത്തി എന്ന് പറയുന്നത് കറുത്ത മണ്ണിലെ പരുത്തി. അതുപോലെ തന്നെ എന്തൊക്കെയാണ്? റബ്ബറും ചോദിക്കാറുണ്ട്. പരുത്തിയാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത്. അപ്പോൾ പരുത്തി, റബ്ബർ എന്താണ്? കറുത്ത മണ്ണിൽ കൃഷി ചെയ്യുന്നവയാണ്. അപ്പോൾ ഇതിൽ ശരി 1ഉം 2ഉം ആണ്. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ കാതർ എന്ന് വിളിക്കുന്നു. പഴയതിനപ്പം എന്താണ് വിളിക്കുന്നുണ്ടായിരിക്കാം? പഴയ എക്കൽ നിക്ഷേപങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഭാഗർ എന്നല്ലേ. ഭാഗർ എന്നൊക്കെ വിളിക്കുന്നതാണ് പഴയ എക്കൽ നിക്ഷേപങ്ങളെയാണ്. പുതിയ എന്തിനെ വിളിക്കുന്നത്? കാതർ എന്നാണ് പുതിയ എക്കൽ നിക്ഷേപങ്ങളെ വിളിക്കുന്നത്. കറുത്ത മണ്ണിനെ റിഗർ എന്നും അതുപോലെ തന്നെ എന്താണ്? ചെർണോസം എന്നും വിളിക്കാറുണ്ട് കേട്ടോ. റിഗർ എന്നും അതുപോലെ തന്നെ എന്താണ്? ചെർണോസം എന്നും വിളിക്കുന്നത് എന്താണ്? കറുത്ത മണ്ണിനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈയിലാണ് കേട്ടോ. മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? 3 തലസ്ഥാനങ്ങൾ. ഈ ഒരു സംസ്ഥാനത്തിന് 3 തലസ്ഥാനങ്ങളുണ്ട്. ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം? ഏതാണ്? ആന്ധ്രാപ്രദേശിലെ. ആന്ധ്രാപ്രദേശിനാണ് 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഏതൊക്കെയാണ് തലസ്ഥാനങ്ങളെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ. ഏറ്റവും വലിയ ജലസേചന കനാലാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഏറ്റവും വലുത്? ഏറ്റവും വലുത് ഏതാണ്? ഇന്ദിരാഗാന്ധി കനാലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ. നെക്സ്റ്റ്, പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനമാണ്, സെക്കൻഡ് പൊസിഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഗുജറാത്താണ് കേട്ടോ. ഗുജറാത്താണ് 2ാമത്തെ സ്ഥാനം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുജറാത്താണ്. ഇതാണ് ഗുജറാത്താണ് കേട്ടോ. 1ാമത് മഹാരാഷ്ട്രയാണ് നിൽക്കുന്നത്, സെക്കൻഡ് ഗുജറാത്താണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ചോദിക്കാവുന്നതാണ് അല്ലേ. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ഏതാണ്? ആനയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം എന്ന് പറയുന്നത് ഇതാണ്, ആനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കേണ്ടത്. അപ്പോൾ അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് തന്നിരിക്കുന്നതിൽ? ഏതൊക്കെയാണ്? ഗോവ, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് എന്നിവയൊക്കെ എന്താണ്? അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ്. പങ്കിടാത്ത സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് ആൻസർ വരുന്നത്. മഹാരാഷ്ട്രയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കും? 8.4 വടക്കും 37.6 വടക്കും അല്ലേ. വടക്കാണ് വരുന്നത്. 8.4 വടക്കും 8 ഡിഗ്രി 8.4 വടക്കും 37.6 ഡിഗ്രി വടക്ക് പഠിച്ചിരിക്കുക കേട്ടോ. ഗംഗാനദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഗംഗാനദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഇതിൽ നോക്കിയേ. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഗാംഗ്ടോക്ക് ഗംഗയുടെ പോഷക നദിയാണ്. ഗാംഗ്ടോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഗംഗയുടെ പോഷക നദിയാണ്. അതാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. ഗംഗ എന്ന് പറയുന്നത് ഗാംഗ്ടോക്ക് എന്ന് പറയുന്നതാണ് ഗംഗയുടെ പോഷക നദി.
ഇന്ത്യൻ ഉപദ്വീപ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഉപദ്വീപീയ നദികൾ എന്ന് വിളിക്കുന്നത് അല്ലേ. ഉപദ്വീപീയ നദികൾ എന്ന് വിളിക്കുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെയാണ് ഉപദ്വീപീയ നദികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ താഴെ നൽകിയിരിക്കുന്നതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ഓക്കെ തന്നിരിക്കുന്നതിൽ ഏതാണ് വരുന്നത്? നർമ്മദയും താപ്തി അല്ലേ. നർമ്മദയും താപ്തിയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? നർമ്മദയും താപ്തി. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് നർമ്മദയും താപ്തിയും. കാരക്കോറം, സസ്കർ, പിർ, പാഞ്ചൽ എന്നീ പർവ്വത നിരകളിൽ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? കാരക്കോറം അതുപോലെ തന്നെ സസ്കർ അല്ലേ. കാരക്കോറം, സസ്കർ, പിർ, പാഞ്ചൽ എന്നീ പർവ്വത നിരകളിൽ ഉൾപ്പെടുന്ന ഹിമാലയമാണ് കാശ്മീർ ഹിമാലയം. കാശ്മീർ ഹിമാലയമാണ്. കാരക്കോറം, സസ്കർ, പിർ, പാഞ്ചൽ എന്നിവ സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ ഹിമാലയത്തിലാണ്. അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ മൂന്നിനും എന്തുമായി ബന്ധപ്പെട്ടതാണ്? അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്തുമായി ബന്ധപ്പെട്ടതാണ്? കാപ്പിയുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. കാപ്പിയുമായി ബന്ധപ്പെട്ടതാണ് അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? സിലിക്കേറ്റ് ധാതുക്കളാണ് കൂടുതലായിട്ട് അടിയിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭൂമിയുടെ ഘടനയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യനാണ്. പ്രധാനമായിട്ടും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ ഭൂമിയുടെ വ്യാപ്തി 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? മാൻറ്റിലാണ് അല്ലേ. മാൻറ്റിലാണ് ഈ സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ട് വിവരിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണ് ഈ ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത്. ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിലെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യ എന്ന് പറയുന്നത് ഇതാണ് ഡെക്കാൻ ട്രാപ്പാണ്. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയർ അല്ലേ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ടോ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നതുമായ ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻ്റ് ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്ന ധാതു ഏതാണ്? അപ്പോൾ ഈ ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഏതിനെയാണ് ചോദിച്ചിരിക്കുന്നത്? ഏതാണ് ധാതു? ഇൽമനൈറ്റ് ആണ് കേട്ടോ. ഇൽമനൈറ്റ് ആണ് ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ ധാതു എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? നോക്കി നോക്കാം. ഇന്ത്യയെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണെന്നാണല്ലേ പറഞ്ഞിരിക്കുന്നത്. എത്രയാണ്? 3214 കിലോമീറ്റർ ആണ് തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത്. ശരിയാണോ ആൻസർ? ശരിയാണല്ലേ. 3214 കിലോമീറ്റർ ആണ് തെക്ക് വടക്ക് നീളം. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്. അതും ശരിയാണ്. 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ കോളും ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റുമാണ്. അപ്പോൾ ഇതിലെല്ലാം ശരിയാണ് കേട്ടോ. ഇതിലെല്ലാം ശരിയാണ്. 3214 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ കോളും തെക്കേ അറ്റത്തുള്ളത് എന്താണ്? ഇന്ദിരാ പോയിന്റുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. അതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധ ഉദ്ദേശ നദീതട പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. ദാമോദർ നദീതട പദ്ധതിയാണ് ഏറ്റവും വലിയ വിവിധ ഉദ്ദേശ നദീതട പദ്ധതി എന്ന് പറയുന്നത്. ആണോ? ഏതാണ്? ബക്രാനങ്കൽ പദ്ധതിയാണല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. നെക്സ്റ്റ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് എന്ന് പറയുന്നത് ഹിരാക്കുഡ് അണക്കെട്ടാന്ന് പറയുന്നത്. അതും ശരിയാണ്. ശരിയായ പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് എന്ന് പറയുന്നത് എന്താണ്? ഹിരാക്കുഡ് ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധ ഉദ്ദേശ പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? ബക്രാനങ്കൽ എന്ന് പറയുന്നത്. അത് തെറ്റാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ എന്ന് പറയുന്നത്. ശരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ആൻസർ ഏതൊക്കെയാണ് ശരി വരുന്നത്? ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് എന്ന് പറയുന്നത് ഹിരാക്കുഡ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ട് എന്ന് പറയുന്നത് ഇതാണ് നാഗാർജുന സാഗർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവർ ഏതെല്ലാമാണ്? നമുക്ക് വീണ്ടും ചോദിക്കുകയാണ്. ബക്രാനങ്കൽ പഠിച്ചു വയ്ക്കണം.
അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ് ബക്രാനങ്ങൾ അണക്കെട്ടുമായി ബന്ധപ്പെട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബക്രാനങ്ങൾ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സത്ലജ് നദിയിലാണ് ബക്രാനങ്ങൾ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു വിവിധ ഉദ്ദേശ പദ്ധതിയും കൂടിയാണ്. അപ്പോൾ 2 ഉം 4 ആൻസർ വരുന്നത്. സത്ലജ് നദിയിലാണ് ബക്രാനങ്ങൾ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ വിവിധ ഉദ്ദേശ പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? ബക്രാനങ്ങൾ അണക്കെട്ടാണ്. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അരുണാചൽ പ്രദേശുമായിട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിലൊരു തർക്കം നിലനിൽക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കണ്ടല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏതാണ്? പട്ടണമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പട്ടണം ഏതാണ്? മധുരയാണ് ഇതിൽ പെടാതെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മധുരയാണ്. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കണ്ടല, മംഗലാപുരം. മധുര എന്ന് പറയുന്ന ഒരു നമുക്കറിയാം അല്ലേ, തുറമുഖം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മുംബൈ, കൊച്ചിയൊക്കെ എന്താണ്? തുറമുഖങ്ങളാണ്. പക്ഷേ മധുര ഇതിൽ വരുന്നില്ല. ബാക്കി ചെന്നൈ, കണ്ടല, മംഗലാപുരം ഒക്കെ എന്താണ്? തുറമുഖങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? ഫസ്റ്റ് നോക്കി, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. അത് ശരിയാണ്. ഇരവിക്കുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ് ആനമുടി. അതും ശരിയാണ്. കേരളത്തിലെ വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിലാണോ സ്ഥിതി ചെയ്യുന്ന ആനമുടി? അല്ല, ഇടുക്കി ജില്ലയിലല്ലേ സ്ഥിതി ചെയ്യുന്ന ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആനമുടി സ്ഥിതി ചെയ്ത് ഇടുക്കി ജില്ലയിലാണല്ലേ. അപ്പോൾ അത് തെറ്റാണ്. ഏകദേശം 2695 മീറ്ററാണ് ഉയരം വരുന്നത്. അപ്പോൾ ആനമുടി എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ്. ഇരവിക്കുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഏകദേശം 2695 മീറ്ററാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നിസാം സാഗർ നദീതട പദ്ധതി എവിടെയാണ്? ഗോദാവരിയിലാണ് കേട്ടോ. ഗോദാവരിയിലാണ് നിസാം സാഗർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഗോദാവരിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? തെക്കേയറ്റത്തുള്ള മേജർ തുറമുഖമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്ത് തന്നിട്ടുള്ളതിൽ ഏതാണ് ശരി വരുന്നത്? ഏതാണ് വരുന്നത്? തൂത്തുക്കുടി അല്ലേ. തൂത്തുക്കുടിയാണ് ഏറ്റവും തെക്കേയറ്റത്തുള്ള മേജർ തുറമുഖം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതാണ്? ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ പീഠഭൂമിക്ക് പേര് ലഭിച്ചിട്ടുള്ളത്. ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ് കേട്ടോ. ഡെക്കാൻ പീഠഭൂമിക്ക് ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് പേര് ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ചോദിച്ചിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബാരാലാച്ചില ചുരം അല്ലേ. ബാരാലാച്ചില ചുരമാണ് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം. ഏതാണ്? ബാരാലാച്ചില ചുരം. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ചോദിച്ചത് മാത്രം. ഏത് രേഖാംശത്തിൽ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയം? 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം. 82 ഡിഗ്രി പൂർവ്വരേഖാംശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ചോദിക്കാറുണ്ട്. ഏത് ഈ ക്വസ്റ്റ്യനെ പോയി ചോദിക്കാറുണ്ട്. ദേശീയോദ്യാനം കേബിൾ ലംജാവോ എന്ന് പറയുന്ന ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണിപ്പൂരിലാണ് അല്ലേ. മണിപ്പൂരിലാണ് കേബിൾ ലംജാവോ എന്ന് പറയുന്ന ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നഗരഗാർഹികാവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏതാണ്? നഗരഗാർഹികാവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏതാണ്? ഏതാണ് നഗരം? അഹമ്മദാബാദാണ് കേട്ടോ. അഹമ്മദാബാദിലാണ് ആദ്യമായിട്ട് അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം വന്നത്. നെക്സ്റ്റ്, ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതാണ്? നമ്മൾ കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ. ഏതാണ്? ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം എന്ന് പറയുന്നത് ഏതാണ്? ഖാരിഫാണ്. സെപ്റ്റംബർ നവംബറിലാണല്ലേ ഇത് വരുന്നത്. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ വരെയാണ് ഖാരിഫ് വരുന്നത്. പിന്നെ എന്താണ്? റാബിയും സെയ്ദ് എന്ന് പറയുന്നത് എന്താണ്? 3 കാർഷിക കാലങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഖാരിഫിലാണെങ്കിൽ നെല്ല്, പരുത്തി പോലെയുള്ള എന്താണ് കൃഷി ചെയ്യുന്നത്. നെല്ല്, പരുത്തിയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. ചണ നിലക്കടലേക്ക് വരും. റാബിയിലാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? പയറുവർഗ്ഗങ്ങൾ, കടുക്, അതുപോലെ തന്നെ എന്താണ് ഏതൊക്കെയാണ് വരുന്നത്? റാബിയിൽ വരുന്നത് കടുക്, പയറുവർഗ്ഗങ്ങളൊക്കെ എന്താണ് റാബിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സെയ്ദ് എന്ന് പറയുമ്പോൾ എന്താണ്? പഴങ്ങളും പച്ചക്കറികളാണ് വരുന്നത്. നമ്മൾ ആ ടേബിൾ വെച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ക്ലാസ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവശിഷ്ട പർവ്വതങ്ങൾക്ക് റെസിഡ്യുവൽ ഉദാഹരണം. റെസിഡ്യുവൽ പർവ്വതത്തിന് ഉദാഹരണം ഏതാണ്, അല്ലെങ്കിൽ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഇത് തന്നിട്ടുള്ളതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആരവല്ലിയാണ് കേട്ടോ. ആരവല്ലിയാണ് അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം. ആരവല്ലിയാണ്. നെക്സ്റ്റ്, ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും കാതനഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ്? ക്രിസ്റ്റലൈൻ കാന്തിരിക ശിലകളിൽ നിന്നും കാതനഫലമായിട്ടുണ്ടാകുന്ന മണ്ണിനമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു മണ്ണ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈനിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്? ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ. ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ എന്താണ്? റെഡ് സോയിലാണ് ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക് രാസി വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം, ചെമ്പ് കൂടുതലായിട്ട് കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ചെമ്പ് കൂടുതലായിട്ട് കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശിലാണ്. ചെമ്പ് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഏതാണ്? മധ്യപ്രദേശിലാണ് ചെമ്പ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക് രാസി വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്നത് മധ്യപ്രദേശിലാണ്. നെക്സ്റ്റ്, കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ഏതാണ്? കൽക്കരിയുടെ ഉന്നതമായ വകഭേദം തന്നിട്ടുള്ളതിൽ ഏതാണ്? ആന്ത്രാസൈറ്റ് ആണ്. ഉന്നതമായ വകഭേദം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ആന്ത്രാസൈറ്റ് ആണ്. നെക്സ്റ്റ്, മേൽക്കൂര മഴവെള്ളം ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? മേൽക്കൂര മഴവെള്ള ശേഖരണം എന്ന് പറയുന്നത് നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാടാണ് മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് എന്താണ്? മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് എന്ന് പറയുന്ന കൃഷി അറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മിൽപ്പിയാണ് വെട്ടിച്ചൂട്ടി കൃഷി എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? എന്താണ് ചിപ്കോ പ്രസ്ഥാനം? ചിപ്കോ പ്രസ്ഥാനം ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതിനായിട്ടുള്ള വനവുമായി ബന്ധപ്പെട്ടതാണ്. വനനശീകരണവുമായി ബന്ധപ്പെട്ടതാണ് ചിപ്കോ പ്രസ്ഥാനം, അപ്പിക്കോ പ്രസ്ഥാനം. അപ്പോൾ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതിനായിട്ടാണ് ചിപ്കോ പ്രസ്ഥാനം നിലവിൽ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നായിരുന്നു? തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നാണ്? 1937 1957 അത് കേരള സർവകലാശാലയായിട്ട് മാറി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും നമ്മൾ ഇതുപോലത്തെ ക്ലാസ്സുകളായിട്ട് വരുന്നതാണ്. ഇനിയും കുറേ ചാപ്റ്റേഴ്സ് എടുത്ത് കഴിയാനായിട്ടുണ്ട് SCRTയിൽ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ ഇനി നമുക്കറിയാം നമ്മൾ എക്കണോമിക്സ് ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നോക്കിയത് എന്താണ്? ഇന്ത്യ ജിയോഗ്രഫിയാണ്. ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കി. ഇനിയും ഇതുപോലെ തന്നെ നമ്മുടെ സിലബസിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവിഷൻ ചെയ്തും അതുപോലെ തന്നെ അതുമായി പ്രധാനപ്പെട്ട SCRT പാഠഭാഗങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.